ജെറൂസലേമിലെ ഒലിവ് മലയിൽ സ്ഥിതി ചെയ്യുന്ന ദ ചാപ്പൽ ഓഫ് ദ അസെൻഷൻ സ്വർഗാരോഹണ പള്ളി ഒരു പ്രധാനപ്പെട്ട തീർത്ഥകേന്ദ്രമാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുടെ വാക്യങ്ങൾ. അവൻ അവരെ ബെഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. യേശു സ്വർഗാരോഹണം ചെയ്ത ഈ സ്ഥലത്തെ ഈ പള്ളിയെക്കുറിച്ചൊന്ന് അറിഞ്ഞാലോ? 4ാമത്തെ സെഞ്ചുറിയിൽ, അതായത് ബൈസൻ്റൈൻ്റെ കാലഘട്ടത്തിൽ AD 384-390 കാലഘട്ടത്തിൽ ഒരു റോമൻ വനിതയായ പൊയ്മേനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഒരു ദേവാലയം പണിയപ്പെടുന്നത്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ ഓർമ്മപ്പെടുത്താൻ മലമുകളിൽ എന്നർത്ഥമുള്ള ഇംപോമോൻ എന്ന പേര് നൽകി. അന്നത് മുകൾ ഭാഗം തുറന്ന നിലയിലായിരുന്നു. ദേവാലയത്തിൽ പ്രവേശിച്ച് ആകാശത്തേക്ക് നോക്കി സ്വർഗാരോഹണം ചെയ്ത യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു പ്രതീതി. പിന്നീട് 7-ാം നൂറ്റാണ്ടിലെ പേർഷ്യക്കാരുടെ വരവോടെ AD 614 നശിപ്പിക്കപ്പെട്ടു. പിന്നീട് വീണ്ടും പണിതെങ്കിലും 10-ാം നൂറ്റാണ്ടിൽ അറബ് ആക്രമണത്തിൽ ഇത് വീണ്ടും തകർക്കപ്പെട്ടു. 12-ാം നൂറ്റാണ്ടിലെ കുരിശുദ്ധ കാലത്താണ് ഈ പള്ളി പിന്നീട് പുനർനിർമ്മിക്കപ്പെടുന്നത്. മുൻപത്തെ ബൈസൻ്റൈൻ മാതൃകയിൽ 8 വശങ്ങളോടുകൂടിയാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. 1187 ജെറൂസലേം സലാദീൻ പിടിച്ചെടുത്തപ്പോൾ ഇതിനൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. ക്രിസ്ത്യാനികൾക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് മനസ്സിലായപ്പോൾ സലാദീൻ ക്രിസ്ത്യാനികൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ അനുവാദവും നൽകി. ഈ കുഞ്ഞു പള്ളിയുടെ മധ്യേ യേശുവിൻ്റെ വലതുകാൽ പാദം പതിഞ്ഞ ഒരു കല്ല് കാണാം എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് യേശുവിൻ്റെ അവസാനത്തെ കാൽപാദം പതിഞ്ഞതായിട്ടാണ് ഇത് വിശ്വസിക്കുന്നത്. അതേസമയം ഇടത്തെ കാൽപാദം അത് മധ്യകാലഘട്ടത്തിലെ അൽ അക്സ മോസ്കിലേക്ക് കൊണ്ടുപോയെന്നൊരു പ്രചാരവുമുണ്ട്.